വന്നിട്ടുണ്ട് ഈ ഓക്കെ നമ്മൾ ഷിൻചാൻ കൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മളെ മെയിൻ സാധനം നമ്മൾ പറയാൻ വിട്ടുപോയി. ഓക്കെ നമ്മളെ ഷിൻചാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. രാജുവേട്ടൻ എപ്പോഴും ഇങ്ങനത്തെ കളിയാണ് പച്ച ഷിൻചാൻ. നമ്മളെ ഫ്രാങ്ക്ലിൻ ഇല്ലേ എൻ്റെ അമ്മ അതെന്താ പച്ച അമ്മ ഞാൻ കാലെടുത്ത് കൂട്ടിയാട്ടാ. ഓക്കെ നമ്മളെ GTA 5 ഫ്രാങ്ക്ലിൻ ഇല്ലേ അവൻ്റെ അനിയനാണ് ഈ ഷിൻചാൻ പറയുന്ന കുസൃതി ചെക്കൻ. അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ നമുക്ക് എന്നാൽ അവനെ വിളിച്ചു നോക്കാം. അവൻ എവിടെയാ ഉള്ളതാണ് ഷിൻചാൻ നമ്പർ. ഹലോ ഷിൻചാൻ, നീ എവിടെയാ ഉള്ളേ? അതെ ജാക്കേട്ടാ, ഞാനേ ഇവിടെ ബസ് കയറി കണ്ടിരിക്കാട്ടാ. പക്ഷേ ഇവിടെ ബസ്സൊന്നും കാണാനില്ലട്ടാ. ഞാൻ ഓട്ടോ വിളിച്ച് വന്നോട്ടെ. ഓട്ടോറിക്ഷ ആട്ടാ ആ വന്നോ, എന്നാ ശരി കേട്ടോ, പിന്നെ വിളിക്കാൻ വേറെ റേഞ്ച് ഇല്ല. ഓക്കെ ഓനെ കട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആത്ത് പോയിരിക്കാമോ? നേരത്തെ പോലെ തന്നെ എൻ്റെ കാല് വീണ്ടും ആയിപ്പോയി. സോ നമുക്കെന്നാ ആത്ത് പോയി ഇരിക്കാം. ഫസ്റ്റേ ഒരു മിനിറ്റ്, രാജുവേട്ടൻ എവിടെ പോയി? രാജുവേട്ടനെ കാണാനില്ല കേട്ടാ. ഓക്കെ അവിടെ മാപ്പുണ്ട്, നമ്മളെ മാപ്പ് എല്ലാവർക്കും നമ്മളെ മാപ്പിനെ പിന്നെ എല്ലാവർക്കും അറിയാനും ബിസ് ഓടിച്ചു. ഞാൻ ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ് ഞാൻ ബസ്സിലാണുള്ളത്. അപ്പം നമ്മളെ ജാക്കേട്ടനെ വിളിക്കണം. അതിന് മുന്നേ ബസ് ജാക്കേട്ടൻ്റെ വീട്ടിലോട്ടാണ്. ചേട്ടാ നേരെ പുപ്പളം കുഞ്ഞിട്ടിലോട്ട് വിട്ടോ. പുപ്പളം കുഞ്ഞല്ല കേട്ടോ, ചേവായിലേക്ക് വിട്ടോ. നമ്മളെ ജാക്കേട്ടൻ്റെ അങ്ങോട്ട് ഇന്ത്യ അല്ലേ ഇത്? ആ ഇന്ത്യ എത്ര ലോസ് ആൻഡോസ് വരെയേ ഇല്ല കേട്ടോ. അതെന്റെ ചേട്ടാ. ഇവിടെ മുന്നിൽ നിർത്തിക്കോ. അതാ മറ്റേ രഘുവേട്ടനാ പോകുന്നത്. ഹായ് രഘുവേട്ടാ. ഇവിടെ തന്നെ ഗേറ്റിൻ്റെ അടുത്ത്. ഓക്കെ എന്നിട്ട് ജാക്കറ്റ് ഫ്രാങ്ക്ലിനായിട്ട് പറഞ്ഞ ജാക്കറ്റ് ഇതാ നല്ല ജാക്കറ്റ്. ജാക്കേട്ടൻ എവിടെ? ആ രാജേട്ടാ എന്തൊക്കെയുണ്ട് രാജേട്ടാ? എന്താ മോനെ ഷിൻചാനല്ലേ ജാക്ക് മോനെ പുറത്തേക്ക് പോയിട്ടാ. നീ ബസ് ഓട്ടോറിക്ഷ കിട്ടിയില്ല ഞാൻ പറഞ്ഞു. അപ്പൊ എന്നെ കൂട്ടാൻ എയർപോർട്ടിലേക്ക് കണ്ടിട്ടുണ്ട്. അയ്യോ അത് ഫോളായല്ലോ. നമുക്കിന്ന് ജാക്കേട്ടനെ വിളിച്ചേക്കാം. അതിന് മുന്നേ ഒന്ന് TV ഒന്ന് കണ്ടാട്ടാ. TV എന്തെങ്കിലും പുതിയ വീഡിയോ ഉണ്ടോ നോക്കട്ടെ. ജാക്കേട്ടന് പണ്ടേയുള്ള സ്വഭാവം വേണ്ട. TV ഇപ്പം തൽക്കാലം കാണാം കുറച്ച് നേരം. എന്തെങ്കിലും കാവടി എടുത്തിട്ടാ. നമുക്കേ തൽക്കാലം ഇതിനകത്തല്ല എന്തെങ്കിലും റീൽസ് എടുത്ത് കാണാം. നമ്മൾ തൽക്കാലം എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറായ അശ്വതി ചേച്ചീൻ്റെ റീൽസാണ് കാണുന്നത്. റീൽസ് രാജുവേട്ടൻ്റെ ഫേവറേറ്റ് ആണ്. അതാണ് അടിക്കട്ടെ. നമുക്കേ ജാക്കേട്ടനെ വിളിച്ചേക്കട്ടാ. ജാക്കേട്ടൻ്റെ നമ്പർ ഞങ്ങൾക്ക് അറിയില്ലെങ്കിലേ 6555 ഒരു 65 അടിക്കട്ടാ. നമുക്ക് വിളിച്ചേക്കാം. ജാക്കേട്ടൻ എവിടെയല്ലേ? ഞാൻ വരുന്നിടാ. എന്നാ ശരി. ഓക്കേ. രാജേട്ടൻ എന്താ എൻ്റെ പിന്നാലെ നടക്കുന്നേ? രാജേട്ടൻ പോയി ഒരു കാപ്പി ഉണ്ടാക്കിക്കേ. അങ്ങനെ രാജേട്ടൻ പോയിട്ടാ. ഇതാണ് അയ്യോ PS5 ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ അടുത്തും ഇതേ PS5 ഉണ്ട് ട്ടാ. ഇതിൽ കളിക്കട്ടെ. അയ്യോ ഒരു മിനിറ്റ്, അതാരാ വന്നേ? ബെല്ലടിച്ചു വെച്ചാ. രാജേട്ടൻ ചായ ഉണ്ടാക്കാൻ പോയല്ലേ? രാജേട്ടാ രാജേട്ടൻ എവിടെയാ പോന്നേ? ഞാൻ റൂമിൽ പോയി കിടക്കട്ടെ. മോനെ ചായ ഉണ്ടാക്കാൻ ഇതില്ല മോനെ, അവിടെ ബ്രെഡ് തിന്നോ? അങ്ങനെ ജാക്കേട്ടൻ ഒഴിഞ്ഞിട്ടാ. ജാക്കേട്ടൻ എന്താണാവോ വരാത്തെ? ബ്രെഡ് അങ്ങനെ തിന്നട്ടെ. ഇനി നമുക്ക് ജാക്കേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ അവിടുത്തെ ഗാരേജിൽ പോയി നോക്കണം ട്ടാ. നമ്മളെ ജാക്കേട്ടൻ പണ്ടേ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. എൻ്റെ ജാക്കേട്ടനാണ് എന്നെ വളർത്തിയത്, ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ മാതിരി തന്നെ. അയ്യോ പോർഷയോ ഇതെടുത്ത് നടക്കുന്ന പോയി വന്നാലാ? ജാക്കേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ട് പോർഷ എടുത്ത് അങ്ങോട്ട് പോയിക്കോളാൻ. ഞാനിന്നാ എവിടെ ബെന്നിയേട്ടൻ്റെ ഷോറൂം ഉണ്ടായിരുന്നോ, ഒന്ന് മോഡിഫൈഡ് ചെയ്ത് തരാം. അല്ല ഈ ബൈക്ക് എങ്ങനെ? ജാക്കേട്ടൻ എത്തിയിട്ടാ. ഒന്ന് കാര്യം ചെയ്യാം, നമുക്ക് ജാക്കേട്ടൻ കൂട്ടി പിന്നെ പോവാം ട്ടാ. അപ്പേ ഞാൻ അകത്ത് പോട്ടെ. ജാക്കേട്ടാ ഞാൻ ജാക്കേട്ടൻ്റെ ആ പോർഷൻ എടുത്തോട്ടെ ഏട്ടാ.
എടാ ഷിൻജാനെ നിനക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ബാലൻസ് ഇല്ല. ഞാൻ ഓടിച്ചോളൂ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒന്ന് ഷോറൂമിൽ പോണ്ട്, മോഡിഫൈഡ് ചെയ്ത് വരട്ടെ പ്ലീസ്. വേണ്ടാന്ന് പറഞ്ഞില്ലേ കേട്ടോ, വേണ്ട നീ പോകണ്ട തൽക്കാലം. ഞാൻ അക്ഷദീപുരം കൊണ്ട് കുത്തിട്ട് കാണിട്ട് നീ അടി പോയി എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചേ അവിടെ പോയിച്ച്. ഞാൻ പോവാ. സോ ഗൈസ്, ഞാൻ അങ്ങനെ ഫ്രാങ്ക്ലി ചേട്ടൻ്റെ വണ്ടി എടുക്കാൻ അല്ല, എൻ്റെ വായിൽ ഫ്രാങ്ക്ലി ചേട്ടൻ തന്നെയാണ് വരുന്നേട്ടാ. നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ ഞാൻ അങ്ങനെ പറയുന്നത്, കാരണം എൻ്റെ ഫ്രാങ്ക്ലി ചേട്ടനെ പണ്ടേ എന്നെ വളർത്തിയോണ്ട് നമ്മളൊക്കെ ഈ പോർച്ച് എടുത്തു. നമുക്കിത് അടിച്ചു മാറ്റാം. ജാക്കാനെ സമ്മതിക്കുന്നില്ലട്ടാ, പക്ഷേ ഒന്നും കൊണ്ടല്ലട്ടാ. അയ്യോ വണ്ടി അയ്യോ രാജേട്ടൻ മിറ്റത്തുണ്ടാ. രാജേട്ടാ ജാക്കേട്ടനോട് പറയല്ലേട്ടാ. ഞാൻ പറയുന്നില്ല തൽക്കാലത്തേക്ക്. നല്ല ജാക്കറ്റാ. ജാക്കറ്റേ പണ്ടോണ്ട് എന്നെ ഭയങ്കര വെറുപ്പായിരുന്നിട്ടാ. നമ്മളങ്ങനെ വണ്ടി ഓടിക്കാൻ പോവാണ്. വെറും വഴിയൊന്ന് മാറടാ. അങ്ങനെ നമ്മൾ ബെന്നിയേട്ടൻ്റെ ഷോറൂമിൽ പോവാണ് കേട്ടാ. നേരെ ബെന്നിയേട്ടൻ്റെ ഷോറൂമിലേക്ക് പോവാം. നമുക്ക് മാറിക്കടാ അവിടുന്ന്. വഴി അറിയില്ലല്ലോ, നമുക്ക് ആരോടെ ചോദിക്കാം. ഇവിടെ നിർത്താം. ആ ചേച്ചിനോട് ചോദിക്കാം, വരുന്ന ചേച്ചിനോട്. അവരോട് ചോദിക്കാം. 5 സ്റ്റാറോ? ഒരു സ്റ്റാർ കിട്ടില്ലോ. അതിന് ഞാനിപ്പോ എന്താ ചെയ്തേ? നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാലോ. ആഹാ, അത്രയ്ക്കായോ? നിങ്ങള് എൻ്റെ അടുത്താണോ കളിക്കുന്നേ? നിങ്ങൾക്ക് പണ്ടത്തെ ഷിൻചാൻ ആരാന്ന് അറിയില്ലട്ടാ. വേഗം ഓടിക്കോ. ഓടലല്ലേ നമ്മളെ പണി. ഇവിടെ എത്തിയിട്ട് നമ്മള് ഒരു ഗണ്ണും കണ്ടെടുക്കും. അത് നമ്മളെ സൂപ്പർ ഗണ്ണായിട്ടുള്ള നമ്മളെ ജാക്കറ്റേട്ടനെ ഗണ്ണട്ടാ. അവരോട് പോയി ഇത് പിടിച്ചോ. കുറച്ച് നേരം അവരുടെ അഹംഭാവം പിടിച്ചോ. നന്നായിട്ട് പൊട്ടിട്ടാ. നിങ്ങൾ പഠിക്കണ്ട, സ്റ്റാർ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ വാട്ടർ ലെവൽ കൂട്ടിയിട്ട് തന്നെ ആരെങ്കിലും കൊല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലട്ടാ. ഒരു മിനിറ്റ്. കണ്ടോ എൻ്റെ വേഷം കണ്ടോ നിങ്ങൾ? ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. അതിന് മുന്നേ എൻ്റെ കാർ എടുക്കട്ടിട്ടാ. ബെന്നിയേട്ടൻ്റെ ഷോപ്പിലേക്കാണ് മോഡിഫൈഡ് ചെയ്യാൻ പോകേണ്ടത്. അയ്യോ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ എന്താ മോനെ? ചേട്ടന് എപ്പോഴാണ് ചേട്ടാ നമ്മളെ ബെന്നിയേട്ടൻ്റെ ഷോറൂം എങ്ങോട്ടാ? ബെന്നിയേട്ടന്റെ ഷോറൂം നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് ലെഫ്റ്റ്. നന്ദി ഉണ്ട് കേട്ടോ ചേട്ടാ. ഞാൻ ലോസ് ആൻഡസിലെ ഫ്രാങ്ക്ലിനില്ലേ അവരുടെ അനിയനാട്ടാ. മനസ്സിലായില്ലേ? ജാക്കറ്റ് ഫ്രണ്ട് ഫ്രാങ്ക്ലിന്റെ അല്ലേ? എന്നാ ചേട്ടാ ശരിട്ടാ. മോനെ ചാച്ചാ, എനിക്ക് മോനെ ഇഷ്ടപ്പെട്ടു. അയ്യോ മോൻ പ്രാമൽ. ഓക്കെ ഗൈസ്, നമ്മളെങ്ങനെ മുന്നോട്ട് പോകാട്ടാ. ബെന്നിയേട്ടൻ്റെ ഷോറൂം ചെന്നിട്ടേ ജാക്കറ്റിനൊരു സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കാം ടാ. ജാക്കറ്റേ നന്നായി നിൽക്കുന്നുണ്ട് ട്ടാ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോവാട്ടാ. അതാ ബെന്നിയേട്ടൻ്റെ ഷോറൂം എത്തിട്ടാ. എല്ലാവരും അതിനുണ്ടേ വീഡിയോ ലൈക്ക് ചെയ്ത് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ. എൻ്റെ ആഗ്രഹമല്ലേ. ഷിൻചാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മൾ ബെന്നിയേട്ടൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ബെന്നിയേട്ടാ എനിക്കൊന്ന് നന്നായിട്ടൊന്ന് മോഡിഫൈഡ് ചെയ്ത് തരണമായിരുന്നു. മോനെ കളറ് നീലാണോ? ബെന്നിയേട്ടാ ഞാൻ നല്ല കളർ നോക്കി, എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ട കളറ്. ഇതാ ഇഷ്ടപ്പെട്ട? പിന്നെ ഗ്ലാസ്സിലെ കളറ് ഞാൻ ഇതന്നെ അടിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ചന്തല്ലേ? ഇനി റൂമിൽ നമ്മൾ ഏത് കളറാണ് അടിക്കുക? ഇത് മതിയോ? മതി. പിന്നെ വീലൊന്നും എനിക്ക് മോഡിഫൈഡ് ചെയ്യണമെന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ചേട്ടന് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. ഒന്നും നോക്കണ്ട, നമുക്ക് വീല് ഇതന്നെ സെലക്ട് ചെയ്താം. ഇനി റിമിൻ്റെ കളർ എടുക്കാം, അതും പർപ്പിൾ തന്നെ ഇരിക്കട്ടെ. സൂപ്പർ വണ്ടി അല്ലേട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണട്ടാ. ഇനി നൈട്രോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നൈട്രോ സെറ്റ് ആക്കിയിട്ടുണ്ട്. സ്മോക്കിൻ്റെ കളർ നമുക്ക് പർപ്പിൾ തന്നെ കൊടുക്കാം, ഒരു ചന്ത ആയിക്കോട്ടെ. അങ്ങനെ വണ്ടി ഡ്രൈവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മോഡിഫൈഡ് ചെയ്ത വണ്ടി കൊണ്ടാണ് പോകുന്നത്. ഞാൻ അങ്ങനെ ഒരു സ്ഥലം വരെ പോകാൻ പോവാണേ. നമ്മൾ ജാക്കേട്ടനൊന്ന് വിളിച്ച് പറഞ്ഞാട്ടെ ആദ്യം. കാരണം ജാക്കേട്ടനെ അറിയാം ഞാൻ മോഡിഫൈഡ് ചെയ്യാൻ പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം പറഞ്ഞാട്ടെ. ഇതാണ് ജാക്കേട്ടൻ്റെ 2ാമത്തെ നമ്പർ. ജാക്കേട്ടാ ഞാൻ ജാക്കറ്റിൻ്റെ വണ്ടി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടാ. പോർഷ മോഡിഫൈഡ് ചെയ്ത് ഒരു നല്ല സൂപ്പർ കളറാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ അയച്ചു തരുന്നുണ്ട് കേട്ടാ. നോക്കി എന്നോട് എടുക്കരുത് പറഞ്ഞപ്പോൾ നീ നല്ല കുട്ടിയാ മോഡിഫൈഡ് ചെയ്യുന്നത്. ഞാൻ നാളെ കൊണ്ടിട്ട് മോഡിഫൈഡ് ചെയ്താൽ നോക്കി നല്ല കുട്ടിയുടെ ഉമ്മ. നന്നായി ചേട്ടാ. ഞാൻ ട്രിപ്പ് വരെ പോയിക്കോട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നീ പോയിട്ട് വാ. മാം എന്നെ
ആ ജാക്കേട്ടാ എന്നാ ശരി. ആരും ഇടിച്ചിട്ട് പോലീസ് കേസ് ആക്കരുതേ. ഓക്കെ എന്നാ ശരി. ആ സോ ഗൈസ് നല്ല ജാക്കേട്ടാ. അപ്പം ഞാനങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ടാ. ഇനി നമ്മൾ പോകാൻ വന്നതേ എങ്ങോട്ടല്ല, വേറെ നമ്മളൊരു സിറ്റി വരെ പോകാൻ വെറുതെ ഇങ്ങനെ കറങ്ങി പോവാം. എന്നാലേ അയ്യോ വാട്ടർ പാർക്ക് വന്നല്ലോ. അയ്യോ ഒരാളെ നമ്മൾ ഇടിക്കാൻ പാടില്ല എന്നതോ. എൻ്റെ സിറ്റിയിലൊക്കെ ഞാൻ നന്നായി ഇടിച്ചിട്ടൊക്കെയാണ് പോവാല്. എൻ്റെ ഡ്രൈവിംഗ് ഉണ്ടോ, പ്രോ ഡ്രൈവർ അല്ലേ. അമ്മച്ചി പുതിയ വണ്ടിയാല്ലേട്ടാ. ഇനി നമുക്ക് തിരിച്ചു വരുമ്പം ഒന്നുകൂടി ഒന്ന് മോഡിഫൈഡ് ചെയ്യണം. വേറെ കൊണ്ടല്ല, പോലീസ് ഏട്ടന്മാരുണ്ട്. വിട്ടു പോടാ, വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഇവിടെ ജാക്കേട്ടൻ ഒരു പ്രാന്തനാണ് എൻ്റെ ജാക്കേട്ടൻ. അയ്യോ സോ ഗൈസ് ഞാനേ പോലീസുകാരത്തെ എങ്ങനെ രക്ഷപ്പെട്ടിട്ടാ. പിന്നെ എനിക്കൊരാഗ്രഹം കുറച്ചു നേരം പാട്ട് പോവാന്ന്. അല്ല പാട്ടില്ല, പാർക്ക് പോവാന്ന്. അപ്പം ഞാനിതാ പാർക്കിൽ എങ്ങനെ പോകട്ടെ. ഒരു മിനിറ്റ്, അവിടെ എന്തോന്നുണ്ടല്ലോ. അതെന്താണ് അവിടെ ഒരു ഒച്ച പോലെ എനിക്ക് തോന്നുന്നേ. തൽക്കാലം നല്ല ശാന്ത പാർക്കിട്ടാ. കുറച്ചു നേരം ഇവിടെ നിന്ന് അങ്ങ് ഡ്രൈവ് അടിക്കാം. ആദ്യത്തെ വീഡിയോ കേട്ടോ ചാനലിലെ, എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. അയ്യോ അങ്ങനെ നമ്മൾ മീൻ മാർക്കറ്റിലെത്തി. ജാക്കേട്ടൻ പറഞ്ഞു മീനൊന്നും മേടിക്കണ്ട. എന്നിട്ടാ നമുക്കേ നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു പോകണം. അതിന് നമുക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്യട്ടാ. നമ്മളെ വീടാണ്, നമ്മളല്ല ജാക്കേട്ടൻ്റെ വീടാണ് ഇതിട്ടാ. ഇവിടുന്ന് നേരെ പോകാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം ജാക്കേട്ടൻ്റെ വീട്ടിലോട്ടുള്ള വഴി. ഇവിടുന്ന് യൂട്ടേൺ ഇങ്ങോട്ട് അടിക്കാനാണ് പറയുന്നത്. നമുക്ക് ഇങ്ങോട്ട് പോവാം. അവിടുന്ന് നേരെ ഇതിങ്ങോട്ട് തന്നെ കേട്ടോ. ജാക്കറ്റിൻ്റെ വീട് ഭയങ്കര ഡേഞ്ചർ വീടാ. അയ്യോ അതെന്താ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിക്ക്. നേരെയാണ് എനിക്ക് അറിയട്ടാ. പക്ഷേ എന്താ അറിയില്ല, വഴിയൊന്ന് തെറ്റിപ്പോയി. ലോസ് ആൻഡോസിൽ ഓടിച്ചോടിച്ച് എനിക്ക് ശീലമായിപ്പോയിട്ടാ. അപ്പം അങ്ങനെ നേരെയാണ് പോകുന്നത് കേട്ടാ. നിങ്ങൾ ലൊക്കേഷൻ കാണുന്നുണ്ടോ തന്നോടെ. ആരെയും ഇടിക്കാതെ പോവാം. മെല്ലെ മെല്ലെ പോവാട്ടോ, തിരക്കൊന്നുമില്ല. ഇനിയും നേരെ തന്നെയാണ് നമ്മൾ റോഡ് കാണിക്കുന്നത്. അതാ എത്തിപ്പോയി ജാക്കേട്ടൻ്റെ വീട്. നല്ലേ ഒന്ന് ജാക്കേട്ടൻ്റെ വീട്ടിലേക്ക് ഇനി പോവാട്ടെ മോഡിഫൈഡ് ചെയ്തിട്ട്. അയ്യോ ബെന്നീട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി ഒന്ന് മോഡിഫൈഡ് ചെയ്യണമല്ലോ. വേണ്ട ഗേറ്റ് നമുക്ക് തുറന്നു. അയ്യോ ജാക്കേട്ട ഞാൻ എത്തി. അയ്യോ അമ്മേ. എടാ ഷിൻജാനെ വന്നാ? ആ ജാക്കേട്ടാ ഞാൻ വന്നിട്ടാ. എന്താ അറിയില്ല, നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റക്കായി പോയിട്ടാ. ആ നീ എന്നാലും കാര്യം ചെയ്യ്, വീട്ടിനുള്ളിൽ വന്നോ. ജാക്കറ്റ് റെഡി ആക്കാം. ഇറങ്ങിയോ? ഓ ഞാൻ ഗാരേജിനുള്ളിലാക്കട്ടെ. ആ ഗരാജിനുള്ളിൽ ആക്കിക്കളെ, വണ്ടി ആരെങ്കിലും എടുത്തുകൊണ്ടോ. അമ്മച്ചി എടാ ഷിൻജാനെ നീ എന്റെ 100 അടിച്ചോ, പൊളി വണ്ടിയാ. ഞാനൊന്ന് അടിച്ചാക്കട്ടിട്ടാ. പക്ഷേ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തട്ടാ. അടുത്തൊരു വീഡിയോയിലിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്.